എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. മലയാള സിനിമയുടെ വർഷത്തിലെ പ്രധാന സീസണുകളിൽ ഒന്നാണ് വിഷു. വേനലവധിക്കാലവും ഈസ്റ്ററും എല്ലാം ചേർന്നുവരുന്ന സീസണിൽ പ്രധാന റിലീസുകളും മിക്കപ്പോഴും ഉണ്ടാവാറുണ്ട്. പുതിയ ചിത്രങ്ങൾ കാണാൻ പ്രേക്ഷകര് കൂട്ടത്തോടെ എത്തുന്ന സീസണിലെ വിന്നർ ആരെന്നറിയാൻ ഇൻഡസ്ട്രിയുടെ കൗതുകം നിറഞ്ഞ കാത്തിരിപ്പും ഉണ്ടാവാറുണ്ട്. 3 വ്യത്യസ്തവും ശ്രദ്ധേയവുമായ ചിത്രങ്ങളായിരുന്നു ഇത്തവണത്തെ വിഷുവിന് മലയാളത്തിൽ നിന്ന് എത്തിയത്. മമ്മൂട്ടിയെ നായകനാക്കി നവാഗതനായ ഡീനോ ഡെന്നിസ് സംവിധാനം ചെയ്ത ബസൂക്ക, നസ്ലനെ നായകനാക്കി ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത ആലപ്പുഴ ജിങ്കാന, ബേസിൽ ജോസഫിനെ നായകനാക്കി നവാഗതനായ ശിവപ്രസാദ് സംവിധാനം ചെയ്ത മരണമാസ് എന്നിവയായിരുന്നു അവ. വിഷു ദിനം പിന്നിട്ടിരിക്കെ ഈ ചിത്രങ്ങൾ ഇന്നലെ വരെ നേടിയ കളക്ഷൻ എത്രയെന്ന് നോക്കാം. പ്രമുഖ ട്രാക്കർമാരായ സാക്മിൽഗിന്റെ കണക്ക് പ്രകാരം മരണമാസ് ഇന്ത്യയിൽ നിന്ന് ഇതുവരെ നേടിയിരിക്കുന്ന ഗ്രോസ് 8.97 കോടിയാണ്. മമ്മൂട്ടി നായകനായ ബസൂക്ക ഇന്ത്യയിൽ നിന്ന് ഇതുവരെ നേടിയ നെറ്റ് കളക്ഷന് 10.49 കോടിയും വിദേശ മാർക്കറ്റുകളിൽ നിന്ന് 9 കോടിയും. അങ്ങനെ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ആകെ 19.4 കോടി. ആദ്യ 5 ദിനങ്ങളിലെ കണക്കാണ് ഇത്. അതേസമയം നസ്ലന് ഖാലിദ് റഹ്മാന് ചിത്രം ആലപ്പുഴ ജിങ്കാന ഇന്ത്യയിൽ നിന്ന് ഇതുവരെ നേടിയ ഗ്ലോസ് 18.4 കോടിയാണ്. വിദേശത്തുനിന്ന് 12.1 കോടിയും. അങ്ങനെ ആദ്യ 5 ദിനങ്ങളിൽ നിന്ന് ചിത്രം ഇതുവരെ നേടിയത് 30.5 കോടിയാണ്. വിഷു കഴിഞ്ഞെങ്കിലും ഈസ്റ്ററും ഒപ്പം തുടരുന്ന വേനലവധിയുമെല്ലാം ചേർന്ന് വിഷു റിലീസുകളുടെ ലൈഫ് ടൈം കളക്ഷന് എത്ര പോകുമെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് സിനിമാലോകം ഇപ്പോൾ. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.